ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. അനീസ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? അതെ അതെ സാർ. ഫോളോ അപ്പിനെ കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞു പോകാറുണ്ട്. അതിന്റെ പ്രാധാന്യം നമ്മുടെ ഒരു സിക്സ് ബേസിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു അഞ്ചാം സ്റ്റെപ്പ് നമ്മൾ പറയുന്നത് ഫോളോ അപ്പ് ആണ് അല്ലേ? അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം ചെയ്യാനുള്ള ആ ഒരു ഇതിൽ പോലും ഫോളോ അപ്പിന് 6 പോയിന്റ് ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണ് നമ്മൾ മനസ്സിലാക്കുക. മിക്ക പ്രോഗ്രാമിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുന്നേ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ സുരേന്ദ്ര വാട്ട് സാറ് നടത്തിയ ഫ്രണ്ട്സ് മീറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട്. എല്ലാ വർഷവും നടത്തുന്നതാണ്. ഒരു പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റിയൊരു 2-3 വർഷം മുന്നേ ഒരു ഫ്രണ്ട്സ് മീറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടുന്ന് ഡൽഹിയിൽ പോയി. അത് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ട്രാവൽ ചെയ്യാൻ തന്നെ എനിക്ക് ഏതാണ്ട് എങ്ങനെ പോലും ഒരു 10,000 രൂപയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അവിടെ അവിടെ കയറിയ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ എങ്ങാണ്ട് 1,500-2,000 രൂപ ഇൻവെസ്റ്റ് ആയിട്ടുണ്ട്. അതൊരു 10,000-12,000 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലൂടെ വിജയിച്ച ഒരു 30ഓളം ആൾക്കാരും ഇന്ത്യയിൽ വളരെ പ്രൊഫഷണലി നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന 20 ട്രെയിനേഴ്സുമാണ് ആ സ്റ്റേജിൽ കയറിയത്. 50 ആൾക്കാരാണ് സ്റ്റേജിൽ കയറിയത്. അച്ചീവേഴ്സ് ആയിട്ട് കയറിയ 30 പേരിൽ കാലില്ലാത്ത ആൾക്കാരുണ്ട്. കൈയും കാലും ഇല്ലാത്തവർ സ്റ്റേജിൽ കയറി. അവരൊക്കെ അവർ പ്രവർത്തിക്കുന്ന പല കമ്പനികളിലും വലിയ ഇൻകം ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. 4-5 വർഷം കൊണ്ട് വലിയ സക്സസ് മേക്ക് ചെയ്ത ആൾക്കാർ സ്റ്റേജിൽ കയറി. അതിനൊപ്പം 20ഓളം ട്രെയിനേഴ്സ്, ചെറിയ രീതിയിലുള്ള ട്രെയിനേഴ്സ് അല്ല, 10,000 ട്രെയിനിങ് കോസ്റ്റ് മേടിച്ചുകൊണ്ട് ട്രെയിനിങ് എടുക്കുന്ന ട്രെയിനേഴ്സ് ആണ് ആ 20 പേര് കയറിയത്. അതിൽ ഒന്ന് ദീപക് ബജാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇന്ത്യയിൽ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു 4ഓളം ബുക്കുകൾ എഴുതിയ ഒരു ഓതറാണ്. ജസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നോക്കി കഴിഞ്ഞാൽ ദീപക് ബജാജ് ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ തുടങ്ങി ഒരു 20 പേര് കയറിയപ്പോൾ അതിലൊരു ട്രെയിനർ എടുക്കുന്ന അദ്ദേഹത്തിന്റെ വിഷയം ഒൺലി ഫോളോ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒറ്റ ഒരു ടോപ്പിക്കിലാണ് അദ്ദേഹം ട്രെയിനിങ് കൊടുക്കുന്നത്. അന്ന് ആ ആ വ്യക്തി ആ സ്റ്റേജിൽ കയറി അദ്ദേഹം പറയുന്നത് കേട്ട സമയത്താണ് എനിക്ക് മനസ്സിലായത് ഈ ബിസിനസ്സിൽ ഫോളോ അപ്പിന് ഇത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളത്. നമുക്കറിയാം ഫോളോ അപ്പ് ആണ് ഈ ബിസിനസ്സിൽ നമ്മളെ നയിക്കുന്നത്, എന്നാൽ പോലും അത്ര പ്രാധാന്യം പലരും ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുതൽ സത്യത്തിൽ ഞാൻ കരുതുന്നതാണ്, ഈ കഴിഞ്ഞ ഒരു 3-3.5 വർഷം മുന്നേ മുതൽ കരുതുന്നതാണ് ഫോളോ അപ്പിനെ കുറിച്ച് ഒരു സെക്ഷൻ ചെയ്യണമെന്ന്. പക്ഷേ സത്യത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസരം പലപ്പോഴും നമ്മൾ നോർമൽ മീറ്റിങ്ങുകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ 15 മിനിറ്റ് കൂടുതൽ സമയം കിട്ടാറില്ല. കാരണം ഒരു ഗസ്റ്റ് സ്പീക്കർ വരുന്ന പ്രോഗ്രാമിലാണെങ്കിൽ, ഇനി അതിലൊരു പ്രോഗ്രാം ആണെങ്കിൽ എപ്പോഴും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ പ്രോഗ്രാം നടക്കുന്നത്. അല്ലെങ്കിൽ ലീഡർഷിപ്പ് പ്രോഗ്രാം ആണെങ്കിൽ പോലും അവർക്ക് കൊടുക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഫോളോ അപ്പ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കാൻ സത്യത്തിൽ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു 3.5 വർഷത്തിന് ഇപ്പുറമാണ് ഫോളോ അപ്പിനെ കുറിച്ചൊരു സെക്ഷൻ ഇപ്പോൾ ഇതൊരു പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാമാണ്. 2-3 ദിവസം മുന്നേ ഞാൻ പ്രസന്റ് ചെയ്ത പ്രോഗ്രാമാണ്. അപ്പോൾ അത് കേട്ട കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. എന്നാൽ ബാക്കി 90-ൽ ഒരു 4-5 പേരെ കേൾക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി 85-ലധികം ആൾക്കാരും ഇത് ആദ്യമായിട്ട് കേൾക്കാൻ പോകുമായിരിക്കും. എൻ്റെ പ്രസന്റേഷൻ്റെ കാര്യം ഉദ്ദേശിക്കുന്നത്. വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഫോളോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ദ സീക്രട്ട് ടു സക്സസ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ദ സീക്രട്ട് എന്ന് പറയാൻ ഒരു രഹസ്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിൽ വിജയിക്കാനുള്ള ഒരു രഹസ്യമാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. മെനി പീപ്പിൾ തിങ്ക് സക്സസ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കംസ് ഫ്രം ഫൈൻഡിങ് ദ പെർഫെക്റ്റ് പ്രോസ്പെക്ട്. നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്, ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം നല്ല കുറച്ച് പേരെ കൊണ്ടുവരണം. പലയിടത്തും നമ്മൾ ചോദിക്കുന്നത് എന്താ ഈ ടീം വർക്ക്, ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ചില നല്ല ആൾക്കാരെ ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെയായിരിക്കും ആൾക്കാരെ റെസ്പോണ്ട്. പക്ഷെ യാഥാർത്ഥ്യം, ഇൻ റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, സക്സസ് കം ഫ്രം കൺസിസ്റ്റന്റ്ലി ഫോളോ അപ്പിംഗ് വിത്ത് ഓർഡിനറി പ്രോസ്പെക്ട്സ്. നമ്മൾ അസാധാരണ കഴിവുള്ള ആൾക്കാരെ ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ കൂടെ വരുന്ന ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഓർഡിനറി ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് ആയിരിക്കും നമ്മളെ ഹയർ ലെവൽ സക്സസ് കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഞാനൊരു ഓർഡിനറി ജസ്റ്റ്
ഓർഡിനറി ആളായിരുന്നു ആർ സി ബിയിൽ വരുന്നതിന് മുന്നേ. ഇന്ന് എന്നെ ഓർഡിനറി എന്ന് വിളിക്കാൻ പറ്റില്ല. കാര്യം എന്താ, ഈ ബിസിനസ് എന്നെ ഒരു വലിയ ലീഡർഷിപ്പിലേക്ക് എത്തിച്ചു. ഒരു 10-11 ആയിരത്തോളം ആൾക്കാരുള്ള ഒരു വലിയ ടീമിന്റെ ഒരു ലീഡറായിട്ട് ഞാൻ മാറി. ഒരു 19ഓളം സ്റ്റാർ ആൻഡ് ഒരു 25,000 തൊട്ട് മുകളിലേക്ക് വരുമാനം, ഒരു 70,000-അടുത്ത് വരുമാനം മേടിക്കുന്ന ഒരു 19ഓളം ആൾക്കാരുള്ള ഒരു വലിയ ടീമിന്റെ ലീഡർഷിപ്പിലേക്ക് എനിക്ക് വരാൻ പറ്റി. അപ്പം ഞാൻ ആസിമിൽ വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഓർഡിനറി വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ സ്ഥിരമായിട്ട് എന്നെ മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിച്ചു. എൻ്റെ ലീഡർ ഹേമ സാർ എനിക്ക് വേണ്ട മോട്ടിവേഷനുകൾ തന്നു. അവിടെ ആ സ്ഥിരമായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു ഫോളോ അപ്പ് ആണ് ജസ്റ്റ് ഒരു ഓർഡിനറി ആയിട്ടുള്ള അക്ഷയ് നിങ്ങളുടെ മുന്നിൽ ഒരു സ്ട്രോങ് ലീഡറായിട്ട് ഇന്ന് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫോളോ അപ്പിന്റെ പവറാണ്. നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ എന്നെ വെൽക്കം ചെയ്ത അനീസാർ ഒരു ഓർഡിനറി പേഴ്സൺ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ റെഗുലറായിട്ട് അദ്ദേഹത്തിന് അളിയൻ ഇക്ബാൽ സാർ ഫോളോ അപ്പ് ചെയ്തു. പലപ്പോഴും അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് അനീസാറ് ഗൾഫിലെ ജോലിയൊക്കെ എന്താ പറയുക തിരിച്ചു പോകുന്ന ചിന്തിച്ചു നിന്ന വ്യക്തി അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി ഇന്ന് ആർ സി എമ്മിൽ ഫുൾ ടൈം ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അപ്പം നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് പ്രോസ്പെക്റ്റിനെ നോക്കി പോകേണ്ട ആവശ്യമില്ല. അവരെ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സക്സസ് ഇരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഫോളോ അപ്പിലാണ്. ഇനി എന്താണ് ഫോളോ അപ്പ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പറയാൻ ശ്രമിക്കാം. ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫോളോ അപ്പ് മീൻസ് സ്റ്റേയിങ് ഇൻ ടച്ച് വിത്ത് എ പ്രോസ്പെക്ട് ആഫ്റ്റർ ദ ഫസ്റ്റ് പ്രസന്റേഷൻ അൺടിൽ ദേ മേക്ക് എ ഡിസിഷൻ. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന എന്താ, ഒരാളെ കാണുന്നു, പോയി വളരെ വൃത്തിയായിട്ട് ആർ സി പറഞ്ഞു കൊടുക്കുന്നു. ലീഡറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ആർ സി എം പറയാൻ പോകുന്നത്. ഒരു പ്രസന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അദ്ദേഹത്തെ വിളിക്കാറില്ല. ചിലവരാണെങ്കിൽ വിളിച്ചങ്ങ് ശല്യപ്പെടുത്തുന്ന ആൾക്കാരും ഉണ്ട്. അതോടുകൂടി പിന്നെ ചിലപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാണ്ട് വരും. അപ്പോൾ എന്താണ് ഫോളോ അപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയേക്ക് നമ്മളൊരു പ്രസന്റേഷൻ കൊടുത്തതിന് ശേഷം അദ്ദേഹം ഒരു തീരുമാനമാണ് ഡിസിഷൻ. മെമ്പർഷിപ്പ് എടുക്കാതിരിക്കും എന്നുള്ളതല്ല, ഒരു ഡിസിഷൻ തീരുമാനം എടുക്കുന്നവരെ റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോളോ അപ്പിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബിൽഡിംഗ് ട്രസ്റ്റ്, ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും, അല്ലെ? അവരുടെ എന്താ ക്വസ്റ്റ്യൻസുകൾ, അവരുടെ ഡൗട്ടുകൾ എവിടേക്കാണോ ഉള്ളത് അതിനെ സോൾവ് ചെയ്യും. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കൊടുക്കും. ഹെൽപ്പിംഗ് ദം മേക്ക് ദ റൈറ്റ് ഡിസിഷൻ. ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ്സ് ഇൻട്രസ്റ്റ്, ഫോളോ അപ്പ് ക്രിയേറ്റ്സ് ആക്ഷൻ. ഒരു പ്രസന്റേഷനിലൂടെ ആൾക്കാർക്ക് ഒരു താല്പര്യം ഉണ്ടാകും. കാരണം നമ്മളൊരു പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? മരുന്നില്ലാതെ ജീവിക്കാം, അല്ലെ? അവരുടെ ലൈഫിൽ ഇതുവരെയും ഒരു കമ്പനി ഒരു വ്യക്തിയുടെ, ഒരു ഉപഭോക്താവിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഇത്രയും അധികം ശ്രദ്ധിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് അവർ ജന്മത്തിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു സാധാരണ ഒരു ഉപഭോക്താവിന് പോലും വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ടും ഫ്രീ പ്രൊഡക്ട്സും ക്യാഷ് ബോണസും ഒന്നും ഇതുവരെയും അവർ കേട്ട ഒരു കമ്പനി നൽകിയിട്ടുണ്ടാവില്ല. കേൾവി പോലും ഉണ്ടാവില്ല. ഒരു സാധാരണ ഉപഭോക്താവായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു ഇൻകം ഉണ്ടാക്കാൻ, ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, ഒരു സംരംഭകനായിട്ട് മാറാനുള്ള അവസരം, ഇതൊക്കെ കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്നവർക്കൊക്കെ കൃത്യമായിട്ടാണ് നിങ്ങളൊരു പ്രസന്റേഷൻ നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ആവുന്നുണ്ട്. പക്ഷേ ആ ഇൻട്രസ്റ്റിനെ ഒരു ആക്ഷനാക്കി മാറ്റണമെങ്കിൽ അത് ഫോളോ അപ്പിലൂടെ മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ എ പ്രസന്റേഷൻ ക്രിയേറ്റ്സ് ഇൻട്രസ്റ്റ്, ഫോളോ അപ്പ് ക്രിയേറ്റ്സ് ആക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഈ ഫോളോ അപ്പിലൂടെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ട്രസ്റ്റ് ബിൽഡ് ആവുന്നുണ്ട്, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നുണ്ട്, അവരെ പതുക്കെ ആ ഡിസിഷൻ എടുക്കാൻ, ശരിയായുള്ള തീരുമാനം എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി വൈ ഈസ് ഫോളോ അപ്പ് ഇമ്പോർട്ടൻറ്റ്? ഈ ബിസിനസ്സിൽ ഫോളോ അപ്പിന് എന്തിനാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെ അത് എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു? മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ജോയിൻ ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് നമ്മുടെ കൂടെ നമ്മൾ പോയി കാണുന്നവരെല്ലാം സ്പോട്ടിൽ ജോയിൻ ചെയ്യുന്നവരല്ല. നമുക്ക് തന്നെ അറിയാം, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മേ ബി മാസങ്ങൾക്കും വർഷങ്ങൾക്കും അപ്പുറത്ത് നമ്മുടെ കൂട്ടത്തിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്, അല്ലെ? എല്ലാവരും ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യണം. ഇനി ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക, അവർ നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ജോയിൻ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരെ കാട്ടി ബെസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മുടെ കൂടെ വരുന്നവർ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മളെ വലിയ സക്സസിലേക്ക് ഉണ്ടാക്കുന്നത്. കാരണം അവർ ഒന്നും ചിന്തിക്കുന്നില്ല, നിങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല, സോ ജസ്റ്റ് ഒരു മെമ്പർഷിപ്പ്. പക്ഷേ
ഒന്ന് ലാഗ് അടിച്ചിട്ട് ഇതിലേക്ക് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും അവർ ഏതെങ്കിലുമൊക്കെ മേഖലയെക്കുറിച്ച് ചിന്തിച്ച് നിന്നുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, സ്ലോ ആയത്. ദേ നീഡ് മോർ ഇൻഫർമേഷൻ, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം, ക്ലാരിറ്റി വരണം. ദേ നീഡ് ടൈം ടു തിങ്ക്, അവർക്ക് ഒന്ന് ആലോചിക്കാനുള്ള ഒരു സമയം വേണം. ദേ വാണ്ട് ടു ഡിസ്കസ് ഇറ്റ് വിത്ത് ഫാമിലി, അവരുടെ ഫാമിലി ആയിട്ടൊന്ന് ആലോചിക്കണം. ദേ ആർ അഫ്രൈഡ് ഓഫ് ടേക്കിംഗ് റിസ്ക്, കാരണം ഇതിനു മുന്നേ പലതിൽ പോയി പൈസ പോയ ആൾക്കാരുണ്ടാവും അല്ലെ, അവർ വീണ്ടും ഒരു റിസ്ക് എടുക്കുന്ന എന്ന രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. അപ്പൊ അതിൽ അവർ വലിയ രീതിയിൽ ഭയപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ദേ ആർ ബിസി അല്ലെ, ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ അവർക്ക് സമയം വേണം, കാരണം അവർ തിരക്കാണ്. അപ്പൊ ഇതൊക്കെയായിരിക്കും നോർമൽ റീസണുകളായിട്ട് ഇതിനകത്ത് വരുന്നത്. ഇവിടെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ 80% സെയിൽസ് സംഭവിക്കുന്നത് അഞ്ചാമത്തെ ഫോളോ അപ്പിന് ശേഷം എന്നാണ് പറയുന്നത്. ലോകത്തിലെ കണക്കാണ്. 80% ആൾക്കാരും അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് മേ ബി ഒരു അഞ്ചാമതിനധികം ചെയ്യുന്ന ആഫ്റ്റർ ദ ഫിഫ്ത്ത് ഫോളോ അപ്പ് എന്നാണ് പറയുന്നത്. എന്നാൽ മോസ്റ്റ് നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് ക്വിറ്റ് ആഫ്റ്റർ ഓൺലി 1 or 2 ഫോളോ അപ്പ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ, പുതിയതായിട്ട് കടന്നു വരുന്ന ആൾക്കാരോ അല്ലെ വലിയ വലിയ ശതമാനം ആൾക്കാരോ ഒന്നോ രണ്ടോ നോ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവര് പോയെന്നുള്ള, അവര് വന്നോ വന്നില്ല എന്നുള്ളതല്ല, നമ്മളെ പരിപാടി നിർത്തി പോകും. നമ്മുടെ കൂടെ വരുന്നതിൽ മെജോറിറ്റി ആൾക്കാർ മാക്സിമം ഇട്ടിട്ട് പോകാനുള്ള മെയിൻ റീസൺ ഇത് തന്നെയാണ്. അവർ തുടങ്ങി ക്ലാസ് കേട്ട് മോട്ടിവേറ്റഡ് ആയി ഒന്നോ രണ്ടോ ആൾക്കാരുടെ അടുത്തായിരിക്കും അവർ ആകെ പറയുന്നത്. ആ ഒന്നോ രണ്ടോ ആൾക്കാർ ഒരു തവണ പോയി പ്രസന്റേഷൻ കൊടുത്തു, ഒരു തവണ ഫോളോ അപ്പ് ചെയ്തു, രണ്ടാമത്തെ ഫോളോ അപ്പിൽ നോ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുക, ഇവരെ പരിപാടി നിർത്തിയിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ ഒരിക്കലും ഡോണ്ട് ഗിവ് അപ്പ് ടു ഏർലി. ഒരിക്കലും എന്താ പറയുന്നത്, നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കാരണം യുവർ നെക്സ്റ്റ് ഫോളോ അപ്പ് കുഡ് ചേഞ്ച് എവറിത്തിങ്. നമ്മൾ മനസ്സിലാക്കുക, മേ ബി ഒരു മൂന്നാമത്തെയോ നാലാമത്തെ ഫോളോ അപ്പിൽ അദ്ദേഹം എസ് പറഞ്ഞ് നമ്മുടെ കൂടെ വരുമ്പോൾ ഒരു പക്ഷെ ആ വ്യക്തിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മളെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ട് എത്തിക്കാൻ പോകുന്നു. അപ്പൊ ആ ഒരു വ്യക്തി വരാൻ ഒറ്റൊരു ഫോളോ അപ്പും കൂടെയാണ് നിൽക്കുന്നത്. അത് ചെയ്യാതെ നമ്മൾ തന്നെ ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ദ പവർ ഓഫ് സ്ഥിരതയുടെ ഒരു പവർ നമുക്കറിയാം. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം ജീവിതത്തിൽ എല്ലാ തലത്തിലും നമ്മളെ ഉയർച്ചയിലേക്ക് എത്തുകയേ ചെയ്യുള്ളൂ. എവിടെ കൺസിസ്റ്റൻസി ഇല്ലയോ, എവിടെ അത് ബ്രേക്ക് ആവുന്നു, അവിടെയാണ് നമ്മുടെ വളർച്ച താഴോട്ട് പോകുന്നത്. എ നോ ടുഡേ ഡസൻ ഓൾവേസ് മീൻസ് നോ ഫോർ എവർ. ഒരു നോ എന്ന് പറയുന്നത് എന്നേക്കുമായിട്ടുള്ള നോ അല്ല. നോ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി പറയാറുണ്ട് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെ, ഇത് പറയുന്ന പോലെ നോ എന്ന് പറയുന്നത് എന്നേക്കും ആയിട്ടുള്ളതല്ല. നോ എന്നുള്ളത് ഇപ്പൊ നോട്ട് നൗ, ഇപ്പം ഇപ്പം പറ്റില്ല അല്ലെ. ചില ആൾക്കാർക്ക് ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവും. ഐ നീഡ് മോർ ക്ലാരിറ്റി, എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം എന്നായിരിക്കും ഒരുപക്ഷെ ഒരു വ്യക്തി നോ പറയുന്നതിന്റെ റീസൺ. ഐ നീഡ് മോർ കോൺഫിഡൻസ്, എനിക്ക് കുറച്ചുകൂടെ വിശ്വാസം, കോൺഫിഡൻസ് ഉണ്ടാവണം, അതായിരിക്കും ഒരു വ്യക്തിയുടെ നോയുടെ കാരണം. ഐ നീഡ് മോർ ട്രസ്റ്റ്, എനിക്ക് ശരിക്കും കുറച്ചുകൂടെ വിശ്വാസം വേണം. ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ മേ ബി നമ്മളിൽ വിശ്വാസക്കുറവുണ്ടാവും അല്ലെ, ഈ പ്രൊഡക്റ്റ് വിശ്വാസക്കുറവ് ഉണ്ടാവും, ഈ സിസ്റ്റത്തിൽ വിശ്വാസക്കുറവുണ്ടാവും, കമ്പനി വിശ്വാസക്കുറവുണ്ടാവും. പക്ഷേ യുവർ ജോബ് ഈസ് നോട്ട് പ്രഷർ. പലരും എന്ത് ചെയ്തു, പ്രഷർ ചെയ്ത ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. അല്ലെ, പ്രഷർ ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാർ പലരും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവര് ആ പ്രഷർ കൊണ്ട് മാത്രം അസോസിയേറ്റ് ചെയ്യുന്നവര് പിന്നീട് പർച്ചേസ് പോലും ചെയ്യണം നിർബന്ധമില്ല. കാരണം നമ്മൾ പ്രഷർ ചെയ്ത് അങ്ങേയറ്റം അവരെ ബുദ്ധിമുട്ടിൽ എത്തിച്ച സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നവരാ. അവര് വലിയ രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ, അറിവ് കൊടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന ആൾക്കാർ, കാരണം നമ്മൾ കൊടുത്ത എന്താ, അവർക്ക് ക്ലാരിറ്റി കൊടുത്തു, കോൺഫിഡൻസ് കൊടുത്തു, ട്രസ്റ്റ് കൊടുത്തു. ഇതൊക്കെ എവിടുന്ന സ്ഥിരമായിട്ടുള്ള ഫോളോ അപ്പിലൂടെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. അവരാണ് ഇതിൽ സക്സസ്ഫുൾ ആയിട്ട് മാറാൻ പോകുന്നത്. ഇനി ഇത് ചെയ്യേണ്ട ഒരു ഫോർമുല പലർക്കും അറിയില്ല, ഇത് എങ്ങനെ ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മളൊരു പ്രസന്റേഷൻ പോയി കൊടുത്തു. ഓക്കെ, ഈ പ്രസന്റേഷൻ കൊടുക്കുന്ന മേ ബി രാവിലെ ആയിരിക്കാം, ഉച്ചയ്ക്കായിരിക്കാം, ഒരു ഈവനിങ് സമയത്തൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് സത്യം എന്ത് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാം. പക്ഷെ പലരും ചെയ്യുന്നത് എന്താ, ഒരു പ്രസന്റേഷൻ കൊടുത്തിട്ട് 3 ദിവസം 4 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വിളിക്കുന്നത്. കാര്യമില്ല.
നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആയി. നിങ്ങളുടെ ടൈം മാത്രമല്ല, നിങ്ങൾ ആരെയാണോ ആ പ്രസന്റേഷൻ എടുപ്പിക്കാനായിട്ട് കൊണ്ടുപോയത് ആ ലീഡറിന്റെ സമയവും വെറുതെ നിങ്ങൾ കളഞ്ഞു. അപ്പോൾ ഫോളോ അപ്പ് ചെയ്യേണ്ട എപ്പോഴായിരിക്കണം? മോർണിംഗ്, അല്ലെങ്കിൽ ഉച്ച, ഒരു ഈവനിങ്. ഈ മൂന്ന് സമയത്ത് ഫോളോ അപ്പ്. ഒരാളിപ്പോൾ പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം ഡേയിൽ തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ്. അതിനപ്പുറത്തേക്ക് നീണ്ടും തോറും നിങ്ങൾ ചെയ്തത് വേസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയെ മേ ബി ഈ പറഞ്ഞ പോലെ സെയിം ഡേയിൽ വിളിക്കുന്നു, അല്ലെ പിറ്റേ ദിവസം മോർണിംഗ് വിളിക്കുന്നു, ഒരു നന്ദി പറയണം. താങ്ക് ഫോർ അറ്റൻഡിങ്. ഇപ്പൊ നമ്മൾ ആ ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ നമ്മുടെ ലീഡറുമായിട്ട് പോയി. അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല മനസ്സ് കാണിച്ചു, ഞങ്ങൾ പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധയോട് കൂടി ഇരുന്ന് കേട്ടു. അതിൽ ഒരു നന്ദി പറയുക. ഇപ്പോൾ എല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡിലൂടെ തന്നെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എന്താ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്പേസ് അവിടെ നമ്മൾ ബിൽഡ് ചെയ്ത് നിന്നുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താ? ആസ്ക് ഫോർ ഫീഡ്ബാക്ക്. വാട്ട് ഡിഡ് യു ലൈക്ക് മോസ്റ്റ് അബൌട്ട് ടുഡേസ് പ്രസന്റേഷൻ? ഇന്നത്തെ പ്രസന്റേഷനിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? കുറേ കാര്യങ്ങൾ ഞങ്ങൾ വന്ന് പറഞ്ഞ് സംസാരിച്ചു. അപ്പം അതിൽ സാറിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണ്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഒന്നും കൂടെ അദ്ദേഹം കുറേ കാര്യങ്ങൾ റീതിങ്ക് ചെയ്യാൻ തുടങ്ങും. പറഞ്ഞത് എന്തൊക്കെയാണത് ഓവറോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് ഒന്ന് അങ്ങോട്ടേക്ക് റീച്ച് ആവും. അതെന്താ? നമ്മുടെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതിന് റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഐഡന്റിഫൈ ദർ കൺസേൺ. എന്തെങ്കിലും അവർക്കൊരു ആശങ്ക ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് പ്രൊവൈഡ് ദ റൈറ്റ് ഇൻഫർമേഷൻ. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ, കാരണം ഈ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ ചോദിക്കുന്ന സമയത്താണ്, കുറച്ച് സമയം എടുക്കുന്ന സമയത്ത് അവർ ആലോചിക്കുകയാണ്. നമ്മളൊരു പ്രസന്റേഷൻ കൊടുത്ത് പോയതിന് ശേഷം അവരെന്തായാലും കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. സ്പോട്ടിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരെ സമയത്തോളം അവർ എന്തായാലും ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് എന്ന് വരെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറഞ്ഞു പോകുന്നതിന് മുന്നേ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ സെയിം ഡേയിൽ തന്നെ പറ്റുന്നവരെ ചെയ്യുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്യാൻ പറയുന്നു. അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. ഇനി 5 എന്ന് പറയുന്നത് ഫോൺ വെക്കുന്നതിന് മുന്നേ നമ്മൾ ക്ലാരിറ്റി വരുത്തണം, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യണം. നെക്സ്റ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ഫോളോ അപ്പ് എന്നാണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഞാൻ എപ്പോഴാണ് വിളിക്കേണ്ടത്. അപ്പൊ നെവർ എൻഡ് എ കോൺവെർസേഷൻ വിത്തൗട്ട് ഫിക്സിംഗ് ദ നെക്സ്റ്റ് കോണ്ടാക്ട്. എപ്പോൾ വീണ്ടും കണക്ട് ചെയ്യുമെന്ന് ഫിക്സ് ചെയ്യാതെ ഒരിക്കലും ഒരു ഫോൺ വെക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോയി പ്രസന്റേഷൻ കൊടുത്തു, ഇന്ന് വൈകിട്ട് വിളിക്കുന്നു, അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്തു 5-ാം സ്റ്റെപ്പിൽ. അപ്പോൾ സാറ് എന്തായാലും നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടൊരു ഫീഡ്ബാക്ക് പറയാവുന്ന രീതിയിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം സാറിന് ഞാൻ അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് സാറിന് എന്തായാലും ഞാൻ ഒന്നുകൂടെ വിളിച്ചോളാം അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ഫിക്സ് ചെയ്ത് ഒരു അടുത്ത മീറ്റിംഗ് ഫിക്സ് ചെയ്തുകൊണ്ട്, അല്ലെ അവിടുത്തെ ഒരു ഫോളോ അപ്പ് ഫിക്സ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരു ഫോണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഫോളോ അപ്പുകളാണ് ഉള്ളത്? ഒരു 4 തരം ഫോളോ അപ്പുകളാണ് നോർമലി നമുക്കുള്ളത്. ഒന്ന് ഫോൺ കോൾ ത്രൂ ഉള്ള ഫോളോ അപ്പ് ആണ്. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ക്വിക്ക് കോൺവെർസേഷൻ ആയിരിക്കണം. ഒരിക്കലും ഫോണിലൂടെ അമിതമായിട്ട് സംസാരിക്കാൻ പോകരുത്. മീൻസ് അവരുടെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്, അവര് ഡൗട്ടുകൾ ഇങ്ങോട്ടേക്ക് ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അതല്ലാതെ നിങ്ങൾ വലിയ സ്റ്റോറി ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒരു പ്രസന്റേഷൻ കൊടുത്തൊരാൾക്ക് വീണ്ടും അതിന്റെ പുറത്ത് കയറിയിട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ സംസാരിച്ച് മുന്നോട്ട് പോകരുത്. അതുകൊണ്ട് ഒരു വർത്തം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? നിങ്ങളുടെ അടുത്തൊരു ഫോൺ കോൾ വരുമ്പോൾ അവരൊന്ന് പേടിക്കും. പേടിക്കുന്ന സെൻസ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും തിരക്കുള്ളവർ, എല്ലാവരും ചുമ്മാ വീട്ടിലിരിക്കുകയല്ല. അപ്പൊ അദ്ദേഹം ഒരു തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫോൺ കോൾ വന്നാൽ അദ്ദേഹം ആലോചിക്കും, ഇദ്ദേഹത്തിന്റെ ഫോൺ കോൾ എടുത്താൽ എൻ്റെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മേ ബി ഒരു 1 അവർ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? പിന്നെടുക്കാം. പിന്നെടുക്കാന്ന് അദ്ദേഹം ഉദ്ദേശിച്ചായിരിക്കും എടുക്കാതിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ലേറ്റായി, പിറ്റേ ദിവസം നിങ്ങളുടെ ഫോൺ എടുക്കുന്ന കാര്യം മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കോള് മേ ബി വരുന്ന ദിവസം അദ്ദേഹം എന്ത് ചിന്തിക്കുക? അയ്യോ, അന്ന് കഴിഞ്ഞ തവണ ഞാൻ അദ്ദേഹം വിളിച്ചിട്ട് എടുത്തില്ല, ഇനി ഞാൻ വിളിച്ചിട്ട് എടുത്തിട്ട് എന്തു പറയും? പല ആൾക്കാരും വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മേ ബി അദ്ദേഹം നമ്മുടെ ഫോൺ പിന്നെ എടുക്കാണ്ടാവും. അപ്പൊ ഒരിക്കലും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കോൺവെർസേഷൻ എപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വാട്സപ്പ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, പലരും വാട്സപ്പ് ഉപയോഗിക്കുന്നത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള
എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയെക്കുറിച്ച് ഇടാനും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടാനും സിനിമാ ഗാനങ്ങൾ ഇടാനും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത്. വാട്സപ്പ് ഒക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഇത് വലിയ ടൂളാണ്. നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ പോസ്റ്റർ എവിടെ വന്നത്? ഒരു വാട്സപ്പിലാണ് വന്നത്. ഇതിൽ എത്രയോ ആൾക്കാർക്ക് ആ പോസ്റ്റർ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഇതൊക്കെ വലിയൊരു ടൂളാണ്. നമ്മുടെ ബിസിനസിന്റെ പ്രൊമോഷൻ ആയിട്ടുള്ള വീഡിയോസ്, ചെറിയ ചെറിയ കട്ടിങ്സ് ഒക്കെ നമുക്ക് സ്റ്റാറ്റസ് ആക്കാം, പ്രൊഡക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്യാം. എന്തോരം കാര്യങ്ങൾക്ക് വേണ്ടി വാട്സപ്പ് നല്ല രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ വാട്സപ്പിലൂടെ നമുക്ക് ആൾക്കാരെ സക്സസ് സ്റ്റോറീസ് അയക്കാം, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ടെസ്റ്റിമോണിയൽസ് നമുക്ക് അയക്കാൻ പറ്റും, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അയക്കാൻ പറ്റും, പല പല പ്രോഗ്രാമുകൾ അതിന്റെ ഇവന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 9-ാം തീയതി നമുക്ക് ഹേമസാന്റെ പ്രോഗ്രാം മാവേലിക്കര വരുന്നു. 16-ാം തീയതി നമുക്ക് സുരേഷ് സാറിന്റെ പ്രോഗ്രാം ഹരിപ്പാട് വരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ പോസ്റ്റേഴ്സ് ഒരു ദിവസം 5-10 തവണ അയക്കണം എന്നല്ല പറയുന്നത്. ഒരു ഗ്രൂപ്പിൽ വന്ന സാധനം വീണ്ടും ഒരുപാട് തവണ ആൾക്കാർക്ക് അയക്കുക എന്നല്ല പറയുന്നത്. ഡെയിലി വൺസ് വെച്ചെങ്കിലും അതിനെ ഒന്ന് റിമൈൻ ചെയ്യാൻ നമുക്ക് ഒരു ഇൻവിറ്റേഷൻ ഇന്ന് അയച്ചു, വേണേൽ നാളെ നമുക്ക് അയക്കാം, മറ്റന്നാൾ അയക്കാം. ഒരു ദിവസം 4-5 തവണ വരുമ്പോഴാണ് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നത്. ഗ്രൂപ്പുകളിലാണെങ്കിലും ഒരു ദിവസം ഒരെണ്ണം ഒരു തവണയെങ്കിലും ഇടാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊരു ഫോളോ അപ്പിന്റെ ഭാഗം തന്നെയാണ്. കാരണം ഇന്ന് അയച്ചത് വീണ്ടും നാളെ അയക്കും, വീണ്ടും എന്ത് ചെയ്യുക, കാണുകയാണ്, സ്റ്റേ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. പേഴ്സണൽ മീറ്റിംഗ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. പലരും ഒരു പ്രസന്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ കാണാൻ പോവാറേ ഇല്ല. പക്ഷേ അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു തവണ പ്രസന്റേഷൻ കൊടുക്കുന്നതിലൂടെ അവര് നമ്മളെ കണ്ടിട്ടാണ് ആർസിമിലേക്ക് വരുന്നത്, ഒരിക്കലും പ്രൊഡക്റ്റോ കമ്പനിയോ കണ്ടിട്ടില്ല. പ്രൊഡക്റ്റിനെ കമ്പനിയോ വിശ്വസിക്കുമ്പോഴാണ് അവർ ആർസിം ചെയ്യാൻ തീരുമാനം എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു സെക്കൻഡ് പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ മീറ്റിങ്ങിന്റെ പ്രാധാന്യം പലപ്പോഴും മേ ബി ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല. നിങ്ങൾക്ക് പോകാം, പോയി കാണാം, എന്താണ് അതിന്റെ പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അവിടെ റിസൾട്ട് വരും. ഹോം മീറ്റിംഗ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത് പലരും കാണുന്നത് കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടുക, മീറ്റിംഗ് നടത്തുക. സത്യത്തിൽ ഹോം മീറ്റിംഗ് എന്ന് ഉദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫാമിലി മെമ്പേഴ്സ് ക്യാൻ ആൾസോ അണ്ടർസ്റ്റാൻഡ് ദ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദിയാണ് ഹോം മീറ്റിംഗ് സത്യത്തിൽ. അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ വിളിച്ചു കൂട്ടുമ്പോൾ വരുന്ന ആൾക്കാർ ജസ്റ്റ് എ ബോണസ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ, ചിലരും വിചാരിക്കുന്നവരെ ഈ സാറേ ഞാൻ വിളിച്ചാലും വരത്തില്ല, അതുകൊണ്ട് നമുക്ക് മീറ്റിംഗ് വെച്ചാൽ എങ്ങനെയാണ്, ഇങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അവരുടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഹോം മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ ഒരാൾ, നമുക്കറിയാം, ഒരാളത്ത് പോയി ആർസ്യം പറയുന്നതും 10 പേർക്ക് ഒരുമിച്ച് പറയുന്ന നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരാളത്ത് പറയുന്ന അതേ എനർജി തന്നെയാണ് 10 പേർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് കൊടുക്കുമ്പോഴും. അപ്പോൾ ഒരേ എനർജി കൊണ്ട് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്, ഹോം മീറ്റിംഗ് വെക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ഹോം മീറ്റിംഗിൽ ഉണ്ടാവും. അതുകൊണ്ടുള്ള റിസൾട്ട് എന്താ, അവർക്ക് ഈ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവും, പ്രൊഡക്റ്റിൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ബിൽഡ് ആവും. അപ്പൊ എന്താവും, പർച്ചേസ് കൂടും, ഫാമിലി സൈഡിൽ നിന്ന് സപ്പോർട്ട് കൂടും. അപ്പൊ ഇത് ഒരു ടൈപ്പ് ഓഫ് ഫോളോ അപ്പ് തന്നെയാണ്. ദ റൈറ്റ് ഫോളോ അറ്റ് ദ റൈറ്റ് ടൈം ക്യാൻ ടേൺ എ മേ ബി ഇൻ ടു എ യെസ്. ഇപ്പൊ ഇന്നാവാം നാളെ ആവാം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തെ പോലും കൃത്യമായുള്ള സമയത്ത് നടത്തുന്ന കൃത്യമായുള്ള ഫോളോ അപ്പിലൂടെ ഒരു എസ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇനി കോമൺ ഒബ്ജെക്ഷൻ ആൻഡ് റെസ്പോൺസസ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒബ്ജെക്ഷനുകൾ നമ്മൾ വന്ന് കാണാറുണ്ട്. അതിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു 4 റിജക്ഷൻ, അതിന്റെ ഒരു റെസ്പോൺസ് ആണ് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഓരോ ഒബ്ജെക്ഷനും നമുക്ക് കിട്ടുന്നൊരു വലിയ ചാൻസ് ആണ്. അവർക്ക് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് അല്ലെ അവരെ സഹായിച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവരാൻ. ഐ ഡോണ്ട് ഹാവ് മണി, ഇത് കോമൺലി നമ്മൾ കൂടുതൽ കേട്ട് വരുന്ന ഒരു സംഭവമാണ്. അവിടെ നമ്മുടെ റെസ്പോണ്ട് എന്തായിരിക്കണം? ദാറ്റ്സ് എക്സാക്ട്ലി വൈ ദിസ് ഓപ്പർച്യൂണിറ്റി ക്യാൻ ഹെൽപ്പ് ക്രിയേറ്റ് ആൻ എക്സ്ട്രാ ഇൻകം. പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബിസിനസ്സിൽ വന്ന് വിജയിച്ച ആൾക്കാർ, ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്നുണ്ടാ ബിസിനസ് ചെയ്യുന്നത്, ഇതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്നവരൊന്നും വലിയ ഇൻകം, വലിയ ബിസിനസ്സുകാരോ ജീവിതത്തിൽ വലിയ സക്സസ്ഫുൾ ആയ ആൾക്കാരല്ല. അവരൊക്കെ ഈ ബിസിൽ വരുന്ന സമയത്ത് സാർ ഈ പറഞ്ഞ പോലെ, മേഡം ഈ പറഞ്ഞ പോലെ, അവരൊന്നും അധികം ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. വളരെ സാധാരണക്കാരായിട്ട് വന്ന ആൾക്കാരാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പൈസ ഉണ്ടാക്കാൻ നമുക്ക് പുറത്ത് എന്താ മാർഗമുള്ളത്? ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ സാധാരണ ഒരു വ്യക്തിയെ പോലും അസാധാരണക്കാരനായിട്ട് മാറ്റാൻ കഴിവുള്ള ഒരു സംവിധാനമാണ് ഈ സിസ്റ്റം. അവിടെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ ഉദാഹരണം കൊടുക്കാം. അദ്ദേഹം വന്നപ്പോൾ നമ്മള് പ്രസന്ന മേഡത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു സാധാരണ വീട്ടമ്മ ഇന്ന് ആർസിഎമ്മിൽ ഒരു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആയിട്ട് മാറി. ഒരു കാറ് സ്വന്തം ആഗ്രഹത്തിൽ, അല്ല, സ്വന്തം ഇഷ്ടാനുസരണം ഒരു കാറ് മേഡത്തിന് സ്വന്തം ഇൻകം കൊണ്ട് വാങ്ങാൻ പറ്റി. അപ്പോൾ ഈ ബിസിൽ വരുന്നതിന് മുന്നേ പ്രസന്ന വിനോദ് എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായി മാറി. ഇങ്ങനെ ഒരു ഉദാഹരണം വെച്ച് നമുക്ക് അവർക്ക് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തേണ്ടത്. ഐ ഡോണ്ട് ഹാവ് ടൈം, സമയമില്ലെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. നമ്മൾ മനസ്സിലാക്കുക, മോസ്റ്റ് സക്സസ്ഫുൾ നെറ്റ്വർക്ക് സ്റ്റാർട്ടഡ് ദിസ് ബിസിനസ് എങ്ങനെയായിരുന്നു, പാർട്ട് ടൈം ആയിട്ടാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ടീമിലുള്ള ഒന്ന് രണ്ട് ആൾക്കാർ ഉദാഹരണം വെച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അവര് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തെന്നാൽ ഇന്ന് പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ പോലും അവരെ ഇൻകത്തിന് അത്രയും തന്നെ ഇൻകം ഈ ബിസിനസ് ഉണ്ടാക്കുന്നു. അപ്പൊ സാറിനും ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ സാറിനും ഇത് സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ എന്തൊരു കാര്യം എപ്പോഴും റെസ്പോൺസ് അവരെ ഫേവർ ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. സാറ് വാട്ട് എക്സാക്ട്ലി വുഡ് യു ലൈക്ക് ടു തിങ്ക്, എന്താണ് സാറ് കൂടുതലായിട്ട് സാറിന്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്താണ് സാർ ആലോചിക്കുന്നത്? എന്റെ സൈഡിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം അതിൽ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതെല്ലാം ഒരു എന്താ ഒരു കോൺവെർസേഷൻ ആണ്. ഈ ഫോളോ അപ്പിലൂടെയാണ് ഈ കോൺവെർസേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ഇത് വരുമ്പോൾ എന്താ ഒരു ട്രസ്റ്റ് ബിൽഡ് ആകുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ആശങ്ക, കുഴപ്പം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം പങ്കുവെക്കാൻ തുടങ്ങും. അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണോ അതിന് കൃത്യമായുള്ള ആൻസറുകൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ ഇതൊക്കെ റിസൾട്ട് ആയിട്ട് മാറും. മൈ ഫാമിലി വോണ്ട് അഗ്രി. ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നം, എൻ്റെ പലതിൽ പോയി പൈസ കളഞ്ഞു അങ്ങനത്തെ നിൽക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം. അപ്പൊ എൻ്റെ വീട്ടിലുള്ളവർ എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല, അവർ സമ്മതിക്കത്തില്ല. അപ്പൊ എന്താ അവരുടെ അടുത്ത് പറയുന്നത്? അത് സാർ അതിനെക്കുറിച്ച് സാർ പേടിക്കേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് അറേഞ്ച് എ മീറ്റിംഗ് വേർ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവറിഥിങ്. അപ്പോൾ ഒരു മീറ്റിംഗ് സാർ വീട്ടിലൊന്ന് അറേഞ്ച് ചെയ്യൂ, ഞാൻ വരാം, നമുക്ക് ഫാമിലി ആയിട്ട് ഇത് സംസാരിച്ച് നോക്കാം. അപ്പൊ അവിടെ എന്തായി, എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരമാണ് നമ്മൾ കൊടുക്കുന്നത്. പരിഹാരമില്ലാത്തൊരു പ്രശ്നം ഇവിടെ ഇല്ല, അല്ലെ? അപ്പോ ചെയ്യേണ്ടത് എന്താ? ലിസൺ, അണ്ടർസ്റ്റാൻഡ്, റെസ്പോണ്ട്, ഫോളോ അപ്പ്. അവർ പറയുന്നത് എന്താണോ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, അതിനെ മനസ്സിലാക്കുക, അതിന് വേണ്ട റെസ്പോണ്ട് കൊടുക്കുക. ഇതെല്ലാം ഫോളോ അപ്പിലൂടെയാണ്. അപ്പൊ അവിടെയാണ് ഒരു ഒബ്ജക്ഷൻ ഒരു അവസരമായിട്ട് മാറുന്നത്. ഇനി ഗോൾഡൻ റൂൾസ് ഓഫ് ഫോളോ അപ്പ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. സ്ഥിരമായിട്ടുള്ള ഫോളോ അപ്പ് ആണ് നമുക്ക്, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരാൾക്കാരിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, അവർക്ക് ക്ലാരിറ്റി വരുന്നത്. ഇപ്പൊ ആദ്യത്തെ ഒരു പ്രസന്റേഷനിലൂടെ അവർക്ക് എല്ലാ കാര്യമൊന്നും ക്ലാരിറ്റി ആവില്ല, കാരണം ഒരു പുകമറ പോലെ ഉണ്ടാവുള്ളൂ. ഫോളോ അപ്പിലൂടെ ആദ്യം നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയ പല കാര്യങ്ങളും ക്ലാരിറ്റി വരും. ഇതാണ് ജസ്റ്റ് അവരുടെ മുന്നിൽ തോന്നിയ ചെറിയൊരു താല്പര്യത്തെ അവർ രസമായി മാറാൻ പോകുന്നു, അല്ലെ? അവർക്ക് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്ത സംഭവത്തെ നമ്മൾ ഫോളോ അപ്പിലൂടെ രസാക്കി മാറ്റാണ്. അപ്പൊ ഇത് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു വലിയ അവസരമാണ്. ഇതിനെ നമുക്ക് കാണാൻ പറ്റണം. ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, നെവർ ആർഗ്യൂ. ഒരിക്കലും പോയിട്ട്, പലരും ചെയ്യാറുണ്ട്, വലിയ ആർഗ്യുമെന്റ് നടത്താറുണ്ട്. ആർഗ്യുമെന്റിൽ നമ്മൾ മനസ്സിലാക്കുക, ഒന്നെങ്കിൽ അവർ ജയിക്കും, നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ അവരൊരിക്കലും ഈ ബിസിനസ്സിൽ വരാൻ പോകുന്നില്ല. ഇനി അവര് ജയിച്ചാൽ അവര് ഒരിക്കലും വരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അവരുടെ ഭാഗം ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഇതിലേക്ക് ഇല്ല. നമ്മൾ വിജയിച്ചാൽ അവർ വരില്ല. അപ്പൊ ആർഗ്യുമെന്റ്, നമ്മൾ ജയിച്ചാലും അവർ ജയിച്ചാലും അവർ ഈ ബിസിനസ്സിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലായിരിക്കും. അപ്പോൾ ആർഗ്യുമെന്റിലൂടെ ഒരിക്കലും നമുക്ക് ഇവിടെ സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ അവർക്ക് ഫേവറിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ടോൺ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത്. ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്യണം, അല്ലെ, നിർബന്ധിച്ച് പറയുക, അങ്ങനത്തെ ഒരു ഫോഴ്സ്ഫുള്ളി നമ്മൾ ആരെയും ഇതിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഒരിക്കലും ബെഗ് ചെയ്യാൻ പാടില്ല, സാർ പ്ലീസ് ഒരു മെമ്പർഷിപ്പ് എടുക്കൂ, അല്ലെ? അങ്ങനെ മെമ്പർഷിപ്പ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. ഇതും നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ഉണ്ടാവണം, കാരണം ആദ്യം തന്നെ അവൾക്ക് ഈ സിസ്റ്റത്തിനോടൊരു കോൺഫിഡൻസ് ഇല്ലാണ്ടായി, അല്ലെ? നമ്മളെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ഫീലായി. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താ? അവര് പറയുന്നത് കൂടുതൽ കേൾക്കണം, അല്ലെ? കൂടുതൽ ഒരു നല്ല നെറ്റ്വർക്കർ എപ്പോഴും നമ്മുടെ പ്രോസ്പെക്ട് പറയുന്നത് കൃത്യമായിട്ട് കേട്ടിട്ടും അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. അല്ലാതെ അവർ പറഞ്ഞു തുടങ്ങുമ്പോഴേ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ഒരാളായിട്ട് മാറരുത്. ആസ്ക് ക്വസ്റ്റ്യൻസ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് ക്വസ്റ്റ്യനുകൾ ചോദിക്കണം. ക്വസ്റ്റ്യൻ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ
ഒരു പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്തിട്ട് സാറിന് എന്താണ് കൂടുതൽ ഇതിൽ ഇൻട്രസ്റ്റ് തോന്നുന്നത് എന്ന് പറയുന്ന പോലെ ക്വസ്റ്റ്യൻസിലൂടെയാണ് കൂടുതൽ ഇന്ററാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഈ ഫോളോ അപ്പിലൂടെ നമുക്ക് എന്തുണ്ടാവും, ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ. മേ ബി നമ്മൾ കാണാൻ പോയ പ്രോസ്പെക്ട് ചിലപ്പോൾ മേ ബി വർഷങ്ങൾക്ക് മുന്നേ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ നമ്മളുടെ പഠിച്ചൊരു വ്യക്തിയായിരിക്കും അല്ലെ. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആർസിയും പറയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കണക്ട് ആകുന്നത്. പക്ഷേ ത്രൂ ഔട്ട് ഫോളോ അപ്പിലൂടെ പഴയ പഴയ ബന്ധങ്ങൾ തിരിച്ചു കൊണ്ടുവരാനും ആ ഒരു റിലേഷനെ പോലും സ്ട്രോങ് ആക്കി മാറ്റാൻ സാധിക്കും. ഇനി എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു ഫോളോ അപ്പിൽ അദ്ദേഹം ഒരു നോ പറയുന്നത് കേട്ട് നമ്മൾ നെഗറ്റീവ് ആവരുത്. ഈ നെഗറ്റീവ് ആവുന്ന ആളും കാണുകയാണ് അല്ലെ. അപ്പോൾ ഇവിടെ ഫോൺ കോളിലൂടെയാണ് നമ്മൾ നമ്മുടെ മനസ്സൊന്ന് ഡൗൺ ആവുന്നേ പോലും ഇതൊരു എനർജിയുടെ ബിസിനസ്സാണ്, എനർജി പാസ്സാവും. അപ്പോൾ അവിടെ എന്ത് തന്നെ ആയാലും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. കാരണം നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തി നമ്മുടെ കൂടെ വരും എന്നുള്ളൊരു വിശ്വാസം ആദ്യം നമുക്ക് വേണം. ആ വിശ്വാസം നമ്മുടെ ഉണ്ടെങ്കിൽ ഇപ്പൊ നോ പറഞ്ഞാൽ നമുക്ക് വിഷയമില്ല. കാരണം നമ്മൾ ഒരാളെ അല്ല നോക്കി നിൽക്കുന്നത്, നമ്മുടെ ലൈനിൽ ഒരാൾ മാത്രം ഇദ്ദേഹം. ഇദ്ദേഹം നോ പറഞ്ഞാൽ അടുത്തൊരാൾ ഇപ്പൊ എസ് പറയാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ. ഇനി ഫോളോ അപ്പിന്റെ ഒരു ഷെഡ്യൂൾ ഒരു ചെറിയ ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി ഉൾപ്പെടുത്തിയേക്കാണ്. എങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു ഫോളോ അപ്പ് ചെയ്യേണ്ടത്, ഒരു 1 മന്ത് സൈക്കിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, കൺസിസ്റ്റന്റ് ഫോളോ അപ്പ് ഷോസ് യു ക്രിയേറ്റ് യു കെയർ ആൻഡ് കീപ് യുവർ ടോപ്പ് ആൻഡ് കീപ്സ് യു ടോപ്പ് ഓഫ് മൈൻഡ്. എന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ഫോളോ അപ്പ് ഷോ യു കെയർ ആൻഡ് കീപ്സ് യു ടോപ്പ് ഓഫ് മൈൻഡ്. ഇപ്പം ഒരുപാട് ആൾക്കാർ അല്ലെ, ഇപ്പം ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയമുണ്ട്. അതില് നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവർക്ക് അറിയുന്നില്ല നമ്മൾ എത്ര പേര് വിളിക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പൊ നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവർ കരുതെന്താ, ഒരു സ്പെഷ്യൽ കെയർ എനിക്ക് തരുന്നുണ്ട്, അല്ലെ എനിക്ക് ഇത്രയും പ്രാധാന്യം ഇവിടെ കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മൈൻഡിൽ എപ്പോഴും ഞാൻ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഈ തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോളോ അപ്പ് ചെയ്യത്തില്ലല്ലോ. അപ്പൊ ആ ഒരു അറ്റൻഷനൊക്കെ നമുക്ക് ബിസിനസ്സിന് വലിയ ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ ഡേ 1നെ കുറിച്ചും 2നെ കുറിച്ചും ഓൾറെഡി നമ്മൾ സംസാരിച്ചു. എന്തായാലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഡേ 1 നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിളിക്കുന്നു, ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രസന്റേഷൻ കേൾക്കാൻ അല്ലെങ്കിൽ അത് കേൾക്കാൻ സാറ് ഒരു വേദി ഒരുക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ആദ്യത്തെ ഫോളോ അപ്പ്. ഇനി ഡേ 2 ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ആസ്ക് ദെയർ ഒപ്പീനിയൻ. ഇപ്പൊ മേ ബി നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് വന്നിട്ടുണ്ടാവും, മെമ്പർഷിപ്പ് അദ്ദേഹം എടുത്തിട്ടില്ലെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടായിരിക്കും വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഡേ വിളിക്കാം. കൊടുത്ത ഉൽപ്പന്നം ഏതെങ്കിലും ഉപയോഗിച്ചോ ഒരു ഒപ്പീനിയൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ സാർ അതിനെക്കുറിച്ച് ആലോചിച്ചോ, സാറിന്റെ ഒപ്പീനിയൻ എന്താണ്, കേട്ടതിൽ വെച്ച് സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നിയത്. അടുത്തൊരു 4ാമത്തെ ദിവസമാണ് നമുക്ക് അടുത്തൊരു ഫോളോ അപ്പ് ചെയ്യണം. കാരണം എല്ലാ ദിവസവും തുടർച്ചയായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അത് പിന്നീട് നമ്മുടെ കോൾ എടുക്കാതിരിക്കാൻ ഒരു കാരണമായിട്ട് മാറും. അപ്പോൾ 1ാമത്തെ ദിവസം നമ്മളൊരു നന്ദി പറയാനായിട്ട് വിളിച്ചു, 2ാമത്തെ ദിവസം ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വിളിച്ചു, 4ാമത്തെ ദിവസം ഷെയർ എ സക്സസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇപ്പൊ അദ്ദേഹം ഒരു കാർപ്പൻറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സർവീസ് ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കും. ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിലുള്ള ആൾക്കാർ ഇന്ന് ആ സിമ്മിൽ വന്ന് വിജയിച്ചവരുടെ ലിസ്റ്റിലുണ്ടാവും. അത് ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ എന്താ, അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി അല്ലെ. ഇപ്പൊ അതേപോലെ ഒരു കാർപ്പൻറ്റർ ജീവനക്കാരനാണെങ്കിൽ ഇന്ന് നമുക്ക് സ്റ്റാർ എംബ്രാൾഡ് കാർപ്പൻറ്റർ. ഒരു തയ്യൽ തൊഴിലാളിയാണെങ്കിൽ എംറാൾഡ് വരെ തയ്യൽ തൊഴിലാളികൾ എത്തിയിട്ടുണ്ട്. ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ എംറാൾഡ് വരെ സാധാരണ വീട്ടമ്മ എത്തിയിട്ടുണ്ട്. അപ്പൊ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റോറി പറയാം, അതിനൊരു പഞ്ഞോ ആർസിമിലില്ല. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സക്സസ് സ്റ്റോറി പറയാൻ പറ്റിയാൽ അത് അവരെ ഒന്ന് ചിന്തിപ്പിക്കും അല്ലെ. ഇനി 7ാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, കാരണം നമ്മൾ ഒരു പ്രസന്റേഷൻ കൊടുത്തു, അതിന്റെ എനർജി ഓരോ ദിവസം കഴിയുമ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം, ഒരു 7th ഡേ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഇൻവൈറ്റ് ചെയ്യാം ഒരു അതർ പ്രസന്റേഷൻ. ഇപ്പൊ നമുക്ക് 9ാം തീയതി നടക്കുന്ന എംഎസ്ആറിന്റെ പ്രോഗ്രാം. ഇപ്പൊ നമുക്ക് ഈ മാസം നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ഇന്നലെ മുതൽ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ ഇന്നലെ മുതൽ നിങ്ങൾ കണ്ട ആൾക്കാരെ എന്ത് ചെയ്യാം, നമ്മുടെ 9ാമത്തെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. അപ്പൊ പുതിയ ആൾക്കാരെ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കുമ്പോഴാണ് നമുക്കറിയാം നമ്മുടെ ബിസിനസ് വീണ്ടും വളർച്ചയിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ അവരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പ്രസന്റേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇനി 10ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഷെയർ പ്രോഡക്റ്റ് ബെനിഫിറ്റ്. ഇതെല്ലാം ഫോൺ ത്രൂ തന്നെ ചെയ്യണമെന്നല്ല. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആൾക്കാർക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു, അല്ലെ അദ്ദേഹത്തിന് കൊടുത്ത ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ബെനിഫിറ്റ് വീഡിയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. നോർമൽ ഫോൺ കോളിലൂടെ തുടങ്ങിയിട്ട് നമ്മുടെ മെയിൻ കണ്ടന്റ് അതായിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 15ാമത്തെ ദിവസം എന്ത് ചെയ്യാം, വീണ്ടും ഫോളോ അപ്പ് ചെയ്യാം. ഇനി 30ാമത്തെ ദിവസത്തിനുള്ളിൽ ഒരു 1 മന്ത് കൊണ്ടും അദ്ദേഹം എന്താ പറയുന്നത് ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ 30ാമത്തെ ദിവസം വീണ്ടും റീകണക്ട് ചെയ്യുക. ഇത് ഇവിടെ കൊണ്ട് നിൽക്കുകയല്ല, ഇതൊരു 1 മന്ത് ഷെഡ്യൂൾ മാത്രമേ ഞാൻ പറഞ്ഞത്.
ആ, നമ്മുടെ കൂട്ടത്തിൽ ഒരു 1 മന്ത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ വീണ്ടും നമുക്ക് ഒരു മേ ബി ഒരു 10 ദിവസം ഗ്യാപ്പിലൊക്കെ അല്ലെങ്കിൽ 1 വീക്ക് ഗ്യാപ്പിലൊക്കെ വീണ്ടും അദ്ദേഹത്തിന് ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കാം. എല്ലാ ദിവസവും വിളിച്ച് അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത്. അപ്പോൾ സ്റ്റേ കണക്റ്റഡ് വിത്തൗട്ട് ബീങ് അനോയിങ്. അതാണ് എപ്പോഴും നമ്മൾ അദ്ദേഹമായിട്ട് ഒരു കണക്ഷൻ മുറിഞ്ഞു പോകരുത്, എന്നാൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നരുത്, അല്ലെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. അത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇനി മിസ്റ്റേക്കുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഇതൊരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല, ഇത് വലിയ റിസൾട്ട് ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മാറ്റി നിർത്തേണ്ട അല്ലെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ അടുത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് പറയുന്നത്, ഒരിക്കലും റിപ്പീറ്റ്ലി ഒരു ദിവസം തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും വിളിക്കരുത്. അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരാളെ വിളിച്ചു, എടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ്, തിരക്കുകൊണ്ടാണ്. അപ്പൊ വീണ്ടും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നാലോ അത് ഉറപ്പായിട്ടും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതേപോലെ തന്നെ അവിടെ ഒരാളെ വിളിച്ചു, ആളെ വിളിച്ചിട്ട് ആളെ എടുത്തില്ല, നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളിലേക്ക് മാത്രം നമ്മുടെ ഫോക്കസ് കൊണ്ടുപോകുമ്പോഴാണ്. നമ്മൾ ഒരിക്കലും ഒരാളിൽ വെച്ചിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത്. നമ്മൾ ലിസ്റ്റ് എഴുതുന്നു, ലിസ്റ്റ് പ്രകാരം ലിസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നു, ആൾക്കാരെ പോയി കാണുന്നു. ഇതൊരു കണ്ടിന്യൂസ് ജേണിയാണ്, ഇത് നിൽക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നിരാശ വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ ലിസ്റ്റിനെ ലിമിറ്റ് ചെയ്യുന്നു, നമ്മൾ പോയി കാണുന്ന പ്രസന്റേഷനെ ലിമിറ്റ് ചെയ്യുന്നു, ഫോളോ അപ്പിനെ ലിമിറ്റ് ചെയ്യുന്നു. ഈ ലിമിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ നിരാശരാകുന്നത്. അപ്പോൾ അവിടെ ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ചെയ്യേണ്ട കാര്യമാണ്. പ്രോസ്പെക്ടിങ് ലൈഫ് ടൈം ചെയ്യേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ആൾക്കാരെ പോയി കാണുക ലൈഫ് ടൈം. അപ്പോൾ ലൈഫ് ടൈം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഫോളോ അപ്പ്. അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി നോക്കുമ്പോഴാണ് ഈ ഒരു നിരാശ ഉണ്ടാകുന്നത്. പക്ഷെ നിങ്ങളുടെ ലിസ്റ്റിൽ 10 പേരുണ്ട്, 10 പേരെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പടിപ്പടിയായിട്ട് അതിൽ ഓരോരുത്തർ വന്നുകൊണ്ടേയിരിക്കും. 100 പേരെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴോ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ഒരു നിരാശയുടെ കാര്യം ഇതിനകത്തില്ല. ടേക്കിംഗ് സോറി ടോക്കിംഗ് കണ്ടിന്യൂസ്ലി, നേരത്തെ പറഞ്ഞ പോലെ ഫോൺ ത്രൂ ചെയ്യുമ്പോൾ അതിനൊരു ബ്രേക്ക് നമ്മൾ വെക്കണം. ഒരിക്കലും ചുമ്മാതെ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അവരെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് വിടുക, അതിന് ആൻസർ കൊടുക്കാതിരിക്കുക, ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഫാൾസ് ആയിട്ടുള്ള പ്രോമിസുകൾ, എൻ്റെ കൂടെ വന്ന് നിന്നാൽ മതി, നിന്റെ ഒരു സൈഡ് ഞാൻ കൊണ്ടുപോയിക്കോളാം, പലരും പറയുന്ന ഒരു മിസ്റ്റേക്കാണ്, പറയാൻ പാടില്ല. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത് എ സൈഡ് എന്ന് പറയുന്നത് ചെയ്ത് വേണം ബി സൈഡ് വളർത്താൻ പഠിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. എ സൈഡ് വളർത്താൻ നമുക്ക് അറിഞ്ഞാൽ അത് ആ പഠിച്ചെടുത്ത സ്കില്ല് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ബി സൈഡ് വളർത്താൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ നശിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ആ പ്രവർത്തനമാണ്, ആ ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നെങ്കിൽ അത് പിന്നീട് വലിയ ദോഷം ഉണ്ടാക്കും. നിങ്ങൾക്ക് ആ എ സൈഡ് കൊടുക്കാൻ പറ്റിയില്ല, ഉദാഹരണത്തിന് എ സൈഡ് കൊടുക്കാന്ന് പറഞ്ഞു, കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അവിടെ അത് ബുദ്ധിമുട്ടാവും. അത് ഇപ്പൊ ഞാൻ സിസ്റ്റത്തിനെ കണക്ട് ചെയ്ത് പറഞ്ഞെങ്കിൽ ഇതേപോലെ തന്നെ പ്രൊഡക്റ്റിൽ ചിലർ ഇത് ഉപയോഗിച്ചാൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇത് മാറും. ഇപ്പൊ തവിടെണ്ണ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം നമുക്കറിയാം, മരുന്നില്ലാതെ ജീവിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, കേരളം വിട്ട് നോർത്തിലേക്ക് പോയാൽ തവിടെണ്ണ കുടിക്കുന്ന ആൾക്കാർ മേ ബി വളരെ കുറവായിരിക്കും. തവിടെണ്ണയെ ഇത്രയധികം ഹെൽത്ത് ബെനിഫിറ്റ് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ നോർത്തിൽ ഉണ്ടാവില്ല. അപ്പൊ എന്നാൽ കേരളത്തിലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റുകൾ മാത്രം പറഞ്ഞിട്ട് എണ്ണ കൊടുക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് മാറി ചിന്തിക്കുക, ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും മീൻസ് ഇത് ഉള്ളിൽ കഴിച്ചാൽ കിട്ടുന്ന റിസൾട്ട് അല്ല. ഒരെണ്ണയിൽ നിന്ന് താരതമ്യേന എത്രയോ ഫാർ ബെറ്റർ ആണ് തവിടെണ്ണ. അത് ഒരിക്കലും ഉള്ളിൽ കഴിച്ചാൽ കിട്ടുന്ന റിസൾട്ട് മാത്രം പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ആ ഉള്ളിൽ കഴിച്ച് കിട്ടുന്ന റിസൾട്ടുകളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലേ പോലും തവണ കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ കഴിച്ച് റിസൾട്ട് കിട്ടും എപ്പോൾ അവർ സ്ഥിരമായിട്ട് ഇത് പറയുന്ന പോലെ ചെയ്താൽ. അപ്പോൾ അവിടെ ഫോളോ അപ്പ് ഇല്ലെങ്കിലോ, ആ പറയുന്ന പോലെ അത് കഴിച്ചില്ലെങ്കിൽ റിസൾട്ട് കിട്ടിയില്ല, എന്തായി? റിസൾട്ട് പോയി, അല്ലെ? അവര് നമ്മൾ പറഞ്ഞ ആ കാര്യത്തിന് വിശ്വസിച്ചാ കഴിച്ച് അല്ലെ തുടങ്ങിയേക്കുന്നത്. പക്ഷെ അവർ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാത്തതുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തതെന്നുള്ള ഒരിക്കലും അവരൊരു പക്ഷെ സമ്മതിക്കില്ല. അപ്പം ഫാൾസ് ആയിട്ടുള്ള പ്രോമിസുകൾ കൊടുത്തിട്ട് ഒരിക്കലും ഒരാളെയും കൊണ്ടുവരാതിരിക്കുക. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരിക്കലും ഒരു നോ കേട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ നിർത്തേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ റിയൽ ലൈഫിൽ ഒരു ഉദാഹരണം, ഇത് ഫോളോ അപ്പിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ വീട്ടിലൊരു മാവ് നടുകയാണ്. ഇമാജിൻ ചെയ്യുക എല്ലാവരും, നമ്മുടെ വീട്ടിലേക്ക് നമ്മളൊരു ഇന്നിപ്പോൾ എന്തൊരു മാവും തൈ നടുകയാണ്. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും മാവ് വളർന്നു എന്നറിയാനായിട്ട് മണ്ണ് മാന്തി, അല്ലെ, കുഴിച്ചു വെച്ച മാവ് മണ്ണ് മാന്തിയിട്ട് വേര് വളർന്നോ നമ്മൾ നോക്കാറുണ്ടോ?
ഒരിക്കലും ഇല്ല. അല്ല, ഇന്ന് മാവും തൈ വെച്ചാൽ നാളെ ഒരാഴ്ച കൊണ്ട് ഇത് വളർന്നൊരു വലിയ മരമായിട്ട് മാറാനും പോകുന്നില്ല. അപ്പൊ അതിന്റെ വളർച്ച നോക്കാനായിട്ട് ഒരിക്കലും നമ്മൾ താഴെ കുഴിച്ച് നോക്കാറില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വെള്ളം ഒഴിക്കും, അല്ലെ? ഇനി ആ വെച്ച മാവും തൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിനെ വെച്ച് മറയ്ക്കുന്നുണ്ടാവും, പ്രൊട്ടക്ട് ചെയ്യും, അല്ലെ? പ്രോപ്പറായിട്ട് അതിന് വെയിൽ അടിക്കുന്നുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തും. വളരെ ക്ഷമയോട് കൂടി നമ്മൾ കാത്തിരിക്കും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെ? ഈ ബിസിനസ്സിൽ നമ്മൾ കൊണ്ടുവരുന്ന പ്രോസ്പെക്ട്സും എക്സാക്ട്ലി സെയിം ആണ്. നമ്മൾ കാണുന്ന ഒരു വ്യക്തി ഒരു മാവും തൈ നടുന്ന പോലെ തന്നെയാണ്. ഫോളോ അപ്പ് എന്ന് പറയാൻ എന്താ? അത് വളരാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഒരു പരിപാടി, പ്രോസസ്സാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും ഒരു വെള്ളം സ്ഥിരമായിട്ട് ഒഴിച്ചാൽ ആ മരം വളരുമെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മൾ കാണുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹത്തിന് വേണ്ട ഫോളോ അപ്പ് കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അത് വളരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഡെയിലി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പൊ അവിടെ നമുക്കൊരു ദിവസം ഒരു 10 പേരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റണം, അല്ലെ? അപ്പൊ ആ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു 5 പേരെ ഫോളോ അപ്പ് വിത്ത് 5 ഓൾഡ് പ്രോസ്പെക്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഡെയിലി ഒരു 10 പേരെ നമുക്ക് എന്ത് ചെയ്യാം? കോണ്ടാക്ട് ചെയ്യാം. അതെന്തിനു വേണ്ടിയാ? ആൾക്കാരെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഒരു 5 പഴയ ആൾക്കാരെങ്കിലും നമുക്ക് പലരും ചെയ്യാത്തൊരു കാര്യമാണ്, പഴയ ആൾക്കാരെയൊക്കെ വിട്ടിട്ട് പുതിയ ആൾക്കാരെ മാത്രം നോക്കി നോക്കി പോവാണ്. പഴയ നേരത്തെ കണ്ട ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരെ എന്ത് ചെയ്യണം? ഒരു 5 പേരെങ്കിലും ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. ഒരു 3 പേരെങ്കിലും പ്രസന്റേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വിളിക്കണം, ഇൻവൈറ്റ് ചെയ്യണം. ഒരാളുടെ അടുത്തെങ്കിലും ഒരു സക്സസ് സ്റ്റോറി നമ്മൾ, ഈ വിളിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളുടെ അടുത്തെങ്കിലും ഒരു സക്സസ് സ്റ്റോറി നമ്മൾ പറയണം. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ഒരാൾക്ക് ഫോളോ അപ്പ് നടത്തെങ്കിൽ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തെങ്കിൽ അടുത്ത് ഇനി നെക്സ്റ്റ് കൃത്യമായിട്ട് നോക്കിയിട്ട് അടുത്ത ഫോളോ അപ്പ് എന്നാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ചെയ്തു വന്നാലോ, എല്ലാ ദിവസവും ഇനി ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം ഓൾറെഡി നമ്മുടെ കയ്യിൽ റെക്കോർഡുണ്ട്. പക്ഷെ ഇപ്പോഴോ, നമ്മൾ മനുഷ്യരാണ്, ഒത്തിരി ആൾക്കാരെ കാണുകയാണ്, ഡെയിലി നമ്മുടെ ലൈഫിൽ വേറെ പല പ്രശ്നങ്ങളും വരികയാണ്. അപ്പൊ നമ്മൾ ഈ റെക്കോർഡ് ഇല്ലാതെ പോകുന്നതുകൊണ്ട് നമ്മളെല്ലാം വിട്ടുപോവാണ്. പക്ഷെ കൃത്യമായിട്ട് ഒരാളെ ഫോളോ അപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചാലോ, അടുത്ത് എന്ന് ചെയ്യണം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഡേറ്റ് ഉണ്ട്. അടുത്ത ദിവസം കൃത്യം ആ ബുക്ക് എടുക്കുന്നു, ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യേണ്ടത്, ആദ്യം ആ റെക്കോർഡ് അനുസരിച്ച് നമ്മൾ ആൾക്കാരെ വിളിക്കും. പരിപാടി വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് വലിയൊരു ചലനം ഇവിടെ ബിസിൽ ഉണ്ടാക്കാൻ പോകുന്നു. ഈ ഫോളോ അപ്പ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്താ? ഉറപ്പായിട്ടും ഒരുപാട് ജോയിനിങ്ങൾ. ഫോളോ അപ്പ് ചെയ്യാത്ത ഒരാളുമായിട്ട് താരതമ്യം ചെയ്യാൻ ജോയിനിങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് കൂടുതൽ ഫോളോ അപ്പ് നടത്തുന്ന ആൾക്കാരുടെ ടീമിലായിരിക്കും. അല്ലെങ്കിൽ ഏത് ലീഡറാണോ കൂടുതൽ ഫോളോ അപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ ജോയിൻ നടക്കാൻ പോകുന്നത്. ഇനി ഉറപ്പായിട്ടും ഹയർ പ്രൊഡക്റ്റ് സെയിൽസ് ഉണ്ടാവും, അല്ലെ? ഫോളോ അപ്പ് ചെയ്യുന്ന നമ്മൾ എല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കാൻ മാത്രമല്ല, പ്രൊഡക്റ്റ് സെയിൽസിന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഫോളോ അപ്പിലൂടെ നമുക്ക് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ആവും. ബെറ്റർ റിട്ടൻഷൻ, ഇപ്പൊ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ നിലനിർത്താൻ നമുക്ക് എന്ത് ചെയ്യും? ഫോളോ അപ്പിലൂടെ പറ്റും. ടീം ഡ്യൂപ്ലിക്കേറ്റ് ആവും, അല്ലെ? ഇപ്പൊ നമ്മളെ സമയത്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ഒരു സ്കിൽഡ് പേഴ്സൺ ആയിട്ട് മാറിയാൽ, ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ്. നമുക്ക് നമ്മുടെ ടീമിലുള്ള ആൾക്കാർക്ക് ഇത് പങ്കുവെക്കാൻ പറ്റും. അപ്പൊ അവരും എന്താവും? ഈ ഫോളോ അപ്പ് പ്രോപ്പറായിട്ട് ചെയ്യും. അതിലൂടെയാണ് വലിയൊരു ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ നടക്കാൻ പോകുന്നത്. ലോങ് ടൈം ബിസിനസ് ഗ്രോത്ത്. നമുക്ക് ഈ ഒരു ബിസിനസ് ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന നാളും വരെയും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എല്ലാ കാലത്തും നമ്മുടെ ബിസിനസ് സ്ട്രോങ് ആയിട്ട് വളരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഫോളോ അപ്പ് തന്നെയാണ്. അപ്പോൾ ഫോളോ അപ്പ് ടുഡേ, സക്സീഡ് ടുമാറോ എന്നാണ്. ലീഡ് ഫോർ എ ലൈഫ് ടൈം. ഇന്ന് തുടങ്ങുക, നാളെ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ തുടരേണ്ട ഒരു പ്രോസസ്സാണ്. ഇനി ഒരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് കൂടെ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം ഈ ഫോളോ അപ്പിന്റെ ഒരു പ്രാധാന്യം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു നെറ്റ്വർക്കർ എന്താ പറയുക, ഒരു വ്യക്തി എടുത്ത് ഒരു പ്രസന്റേഷൻ കൊടുക്കുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റ് പ്രസന്റ് ബിസിനസ് ടു എ പ്രോസ്പെക്ട്. ഒരു വ്യക്തിയുടെ മുന്നിൽ പ്രസന്റേഷൻ കൊടുത്തു. അപ്പോൾ ആ പ്രോസ്പെക്ട് എന്ത് ചെയ്തില്ല? കൊടുത്ത സെയിം ഡേയിൽ ജോയിൻ ചെയ്തിട്ടില്ല. എല്ലാ മാസവും ആ പ്രോസ്പെക്റ്റിനെ അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് 14 മാസം കഴിഞ്ഞിട്ടാണ് ആ വ്യക്തി എന്ത് ചെയ്തത്? ആ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. ആ സിം തന്നെ നിങ്ങൾക്ക് പറയാം, 14 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. ടുഡേ ദാറ്റ് പേഴ്സൺ ബിക്കം വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലീഡർഷിപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ. മേ ബി ആർ സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ CR മൂർ സാറ്, അദ്ദേഹം ഈ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവസാനിക്കുന്ന സാധനമല്ല.
അദ്ദേഹം എന്നാണ് ഒരു തീരുമാനം എടുക്കുന്നത് അന്ന് വരെയും ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സിയാൻ മൂർസാറിന്റെ ഒരു സ്റ്റോറി നമ്മൾ എപ്പോഴും പറയാറുണ്ട്. മെമ്പർഷിപ്പ് എടുത്ത് ഒരു വർഷത്തോളം അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം ആർസിബിയിലെ സഫയറാണ്. ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ലീഡറാണ്. ആലോചിച്ച് നോക്കുക. എന്ന് പറയുന്ന പോലെ ഇന്ന് കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ ഇപ്പൊ കഴിഞ്ഞ മാസം 3 മാസം സ്റ്റാർ പ്ലാറ്റിനം മെയിൻറ്റെയിൻ ചെയ്ത നമ്മുടെ കൃഷ്ണ സാറ്, എത്രയോ നാള് അദ്ദേഹത്തിന്റെ ലീഡർ ശ്രീകുമാർ സാറ് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ബിസിലേക്ക് വന്ന് ഒരു ജസ്റ്റ് ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത്. വീണ്ടും എത്രയോ നാൾ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹം ആർ സി ബിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്ന് അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു? ആർ സി ബി സ്റ്റാർ പ്ലാറ്റിനം 3 മാസം മെയിൻറ്റെയിൻ ചെയ്ത് ടെക്നിക്കൽ അച്ചീവറായിട്ട് മാറാൻ പോവാണ്. ഒരു ദേവസ്വം ബോർഡ് റിട്ടയർഡ് ആയിട്ടുള്ള അദ്ദേഹം ഇന്ന് പറയുന്നു, ഇത്രയും വർഷം, മേ ബി അദ്ദേഹം 10-30 വർഷത്തിലധികം ഒരു ദേവസ്വം ബോർഡിന് വേണ്ടി ജോലി ചെയ്തു. ഇന്ന് അവിടുന്ന് കിട്ടുന്ന പെൻഷന്റെ 3 ഇരട്ടിയാണ് ആർ സി ബിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് മാറിയ ഒരു ലീഡറാണ് അദ്ദേഹം. അപ്പൊ അവിടെ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു പ്രസന്റേഷൻ കേട്ട് ജോയിൻ ചെയ്ത ആളല്ല അദ്ദേഹം. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് അദ്ദേഹത്തിന്റെ ലീഡർ മാസങ്ങൾ വർഷങ്ങൾ എടുത്ത് ചെയ്തതിന്റെ ഫലമാണ് അദ്ദേഹം ഇന്ന് ഈ ബിസിനസ്സിൽ വന്നത്. അദ്ദേഹം അതേ പ്രോസസ്സ് ചെയ്തതിന്റെ ഫലമാണ് അദ്ദേഹം ഒരു അച്ചീവർ ആയിട്ട് ഇന്ന് മാറിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതെന്താ, നമ്മുടെ കൂടെ വന്ന ഒരു പ്രോസ്പെക്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു വ്യക്തിക്ക് പോലും ഒരു കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിന്റെ ഒരു ഐഡിയ അവർക്ക് കിട്ടും, പ്രാധാന്യം മനസ്സിലാവും. ഒരു നോ കേട്ട് നിന്ന് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ക്ഷമയോട് കൂടി സ്ഥിരമായിട്ട് ഇത് ചെയ്യാന്നുള്ളതാണ് ഇവിടെ നമുക്ക് വിജയിക്കാൻ വേണ്ട കാര്യം. ഇനി നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ച് സംസാരിക്കുകയാണ്. റിമെമ്പർ, പീപ്പിൾ ഡോണ്ട് ജോയിൻ ബിക്കോസ് ദേ ട്രസ്റ്റ് യു, ദേ അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ്, ദേ ബിലീവ് ദ ടൈം ഈസ് റൈറ്റ്. ആൾക്കാർ ജോയിൻ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, നമ്മളെ വിശ്വാസമില്ല. വിശ്വാസമുള്ളവരാണ് കണ്ണു അടച്ച് ജോയിൻ ചെയ്യുന്നവർ. പലരും ചെന്ന് കഴിഞ്ഞാൽ മറിച്ചൊരു അഭിപ്രായം ഇല്ല, ജോയിൻ ചെയ്യാണ്, പക്ഷെ അവർ വർക്ക് ചെയ്യണം നിർബന്ധമില്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ അവിടെ ഫോളോ അപ്പിലൂടെ ഉണ്ടാകുന്ന ആ ട്രസ്റ്റ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ബിസിനസ് എത്തിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ ട്രസ്റ്റ്, ഫോളോ അപ്പ് ഹെൽപ്പ് ക്രിയേറ്റിംഗ് ആൾ ത്രീ എന്ന് വെച്ചാൽ അവർക്ക് വിശ്വാസം ബിൽഡ് ആവും. ബിസിനസ് എന്താണെന്ന് അവർക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി വരും. ഇപ്പൊ ശരിയായ സമയമല്ല എന്ന് പറയുന്നതിനെ പോലും ശരിയായ സമയമാക്കി നമ്മൾ ഫോളോ അപ്പിലൂടെ മാറ്റാണ്. അപ്പോൾ ഡോണ്ട് ചേസ് പീപ്പിൾ, ബിൽഡ് റിലേഷൻ. ഒരിക്കലും ആൾക്കാരെ ഫോളോ ചെയ്ത് നമ്മൾ പോകാന്നുള്ളതല്ല, അവരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക. സ്റ്റേ കൺസിസ്റ്റന്റ്. അവരുമായിട്ട് എന്നും അല്ല, ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ടുള്ള ഗ്യാപ്പ് അനുസരിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് സ്ഥിരത ഉണ്ടാവും. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അവരുമായിട്ട് കണക്ട് ആണ്. ദ ഫോർച്യൂൺ ഈസ് ട്രൂലി ഇൻ ഫോളോ അപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ സക്സസ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എവിടെയാണ് കിടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ഫോളോ അപ്പ് ആണ്. അപ്പൊ ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഈ പ്രസന്റേഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ നോ എന്നും എന്നേക്കുമായിട്ടുള്ള നോ അല്ല, ആ നോ എസ് ആയി മാറാനുള്ള പ്രോസസ്സിലാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ നിങ്ങളുടെ സൈഡ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷയും കിട്ടുന്നുണ്ടാവും. പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട്